ഹേയ് ഹലോ നമസ്കാരം, അതിലാണ്. അപ്പോൾ നമ്മളിന്നൊരു ട്രാവൽ വ്ളോഗായിട്ടുണ്ട് വന്നിരിക്കണേ. എവിടേക്കാണെന്നല്ലേ, നമ്മളിന്ന് പഴനിക്ക് പോവാം. അപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പാമ്പ് മേഘയുടെ കയറി തൊഴുതിട്ടാണ് നമ്മൾ പോയത്. പിന്നെ ഒരു ഗംഭീര യാത്ര തന്നെയാണ്. വണ്ടിയുമാണ് നമ്മൾ പോണത്, ബൈക്കിനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് കിലോമീറ്റർ ഉണ്ട്, ഏതാണ്ട് ഒരു 150 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ കാണാൻ നമുക്ക് സൂര്യോദയം, അതിൻ്റെ റോഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോഴുള്ള കാഴ്ചകളും ഇടയ്ക്കിടയ്ക്കൊക്കെ നൈസായിട്ട് കറങ്ങി പോകണ്ടായിരുന്നു. എന്നാലും പറ്റാവുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാഴ്ചകൾ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ കൊല്ലങ്കോട് ഭാഗത്തേക്ക് എൻ്റർ ചെയ്യുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല നല്ല പാടങ്ങളും അങ്ങകലെ മലനിരകളും സൂര്യനും നല്ലൊരു അന്തരീക്ഷവും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക. അങ്ങനെ ഒരു 7-8 മണിയായപ്പോൾ നമ്മളൊരു കടയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി കേട്ടോ. അപ്പം അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച അത്യാവശ്യം നല്ല ഭക്ഷണമൊക്കെ തന്നെയായിരുന്നു കേട്ടോ. വലിയ പൈസയും ഇല്ല. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചായയും പറഞ്ഞിട്ട്, അപ്പോൾ ചായ അടിക്കുന്ന വിഷ്വൽസാണ് ഈ കാണുന്നത്. അങ്ങനെ ചായയും കുടിച്ച് നമ്മൾ ആ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടാ. നല്ല ഭക്ഷണമൊക്കെ തന്നെയായിരുന്നു. അതിൽ പോകുമ്പോൾ കഴിച്ചു നോക്കിക്കോളൂ. ഹോട്ടൽ ശിവപ്രിയ എന്നുണ്ട് പേര്. അങ്ങനെ നമ്മൾ കേരളം കടന്നിട്ടോ. കേരളം കടന്ന് നമ്മൾ ഏകദേശം പൊള്ളാച്ചിയൊക്കെ എത്താറായ സമയം തൊട്ട് നമുക്ക് ഏകദേശം നല്ല രീതിയിൽ മഴയൊക്കെ കിട്ടി. ഇടയ്ക്കിടയ്ക്കൊക്കെ വണ്ടിക്ക് നിർത്തേണ്ടി വന്നു, മഴയുണ്ടായിരുന്നു. അപ്പോൾ പൊള്ളാച്ചിയിൽ എവിടെയാണ് കറക്റ്റ് സ്ഥലം അറിയുന്നില്ല. മഴ ചാറുന്നുണ്ട്, അതാണ് കുറച്ച് നേരം അപ്പോൾ മഴ കുറവായിട്ട് പോവാം. അങ്ങനെ മഴ കുറവായപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. ചെറിയ ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇനി ആ വഴിയൊന്ന് നോക്കി, എന്ത് ഭംഗിയില്ലേ, 2 സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട്. ആഹാ, നല്ല രസമുണ്ടായിരുന്നു അതിലെ പോകാനായിട്ട്. ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് തമിഴ്നാട് എന്നുള്ളത്. കാര്യം ഇതൊക്കെ തന്നെയാണ്. അവിടുത്തെ ഭക്ഷണമായാലും യാത്രകളായാലും കൾച്ചറായാലും. അങ്ങനെ അധികം ദൂരം പോയില്ല കേട്ടോ. ഇത്തിരി നീങ്ങിയപ്പോഴത്തേനും വീണ്ടും നല്ല രീതിയിൽ മഴ പെയ്തു. അപ്പം നമ്മൾ കണ്ടൊരു കടയിൽ കയറി നിന്നു. അപ്പോൾ വീണ്ടും ഒരു മഴ വീണ്ടും മഴ പെയ്തു. അപ്പോൾ ഒരു കരിക്കടയിൽ കയറിയിരുന്നു. ഇനിയിപ്പോൾ വീണ്ടും കുറവായിട്ട് പോവാം. അങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കിയത്. നമ്മുടെ അവിടുത്തെ പോലെ തന്നെ തമിഴ്നാട്ടിൽ നല്ല രീതിയിൽ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടികൾ അതിലേതിലേക്കാണ് പറഞ്ഞയക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു കണക്കിന് വണ്ടിയൊക്കെ ഓടിച്ച് കുടുകുഴിയൊക്കെ ചാടി അങ്ങനെ പോകുമ്പോഴാണ് ഇതേ കാറ്റാടി. അപ്പോൾ കാറ്റാടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അകലേന്ന് കാണുമ്പോൾ ഇത്തിരി ഉള്ളൂ. നമ്മൾ സൂം ചെയ്തൊക്കെ നോക്കുമ്പോൾ അകലേന്ന് കാണുമ്പോൾ ഒരു പീക്കിരി സാധനം അവിടെ ഒന്ന് കറങ്ങണമെന്ന് തോന്നുള്ളെങ്കിലും നമ്മുടെ അടുത്തേക്ക് ചെല്ലും തോറും അതിൻ്റെ ആ ഒരു വലിപ്പമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ അന്താളിച്ച് പോട്ടാ. മുന്നേ കണ്ടിട്ടൊക്കെ ഉണ്ട്, എന്നാലും വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒരു കൗതുകമല്ലേ. അങ്ങനെ ആളൊഴിഞ്ഞ് വിജനമായ റോട്ടിൽ കാറ്റാടി എണ്ണി നമ്മൾ ഏകദേശം പഴനിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കാണാൻ നമുക്ക് കുറച്ചും കൂടെ ആൾക്കാർ തിരക്കൊക്കെ ആയത് കാണാം കേട്ടോ റോട്ടിലൊക്കെ. അങ്ങനെ പതുക്കെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു പഴനിക്കുള്ളൊരു ബസ് അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി. അപ്പോൾ നമുക്ക് അകലെ കാണാം പഴനിമല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇത്തിരി ഒന്നല്ല കേട്ടോ. ഒരുപാട് കാലമായി ഇവിടെ വന്നിട്ടും വരണം എന്ന് ആഗ്രഹിച്ചിട്ടും. ഞാനും കണ്ണൻ ചേട്ടനും തന്നെ ഒരുപാട് തവണ പ്ലാൻ ഇട്ടിട്ടുണ്ട്. വീട്ടിലൊരുപാട് പ്ലാൻ ഇട്ടു. അങ്ങനെ ഒരുപാട് പ്ലാൻ നമ്മൾ ചെയ്തിട്ടും എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല. ആ സമയമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മുടക്കുകളൊക്കെ വന്ന് കൂടുതലും വയ്യാണ്ടാവാണ്ട് ചെയ്യാറ്. പനിയോ ജലദോഷമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് വയ്യാണ്ടാവും. അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ നമ്മളവിടെ എത്തിയിട്ടോ. ഇറങ്ങിയായിരുന്നു, ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെ വരെ ഫോൺ കൊണ്ടുപോയിട്ടില്ല, ഫോൺ ഇങ്ങോട്ട് അലൗഡല്ല. അതുകൊണ്ട്
കാണിച്ചു തരാൻ വെച്ചിട്ടാണ്. ചുറ്റുപാടും കണ്ടിട്ട് വരാം. ഓക്കെ, നമുക്ക് അമ്പലത്തിൻ്റെ മുകളിലോട്ട് ഫോൺ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് നമുക്ക് പുറത്ത് ലോക്കറിൽ വെച്ചിട്ടാണ് പോയത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കഥയുടെ ബാക്കിയും കൂടെ പറയാം. അങ്ങനെ ഒരുപാട് തവണ പ്ലാനുകളൊക്കെ മുടങ്ങി എല്ലാം പാളിപ്പോയതിന് ശേഷം പെട്ടെന്നാണ് തീരുമാനിക്കുന്നത് പിന്നെ മാലയിട്ട് തന്നെ പോവാം, അതാണല്ലോ അതിൻ്റെ ഒരു ശരി. അങ്ങനെയെങ്കിലും ചെല്ലാനായിട്ട് പറ്റട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു 3 മാസത്തോളം ഏകദേശം നോയമ്പൊക്കെ നോറ്റ് മാലയിട്ടിട്ടാണ് ഞാൻ പിന്നെ പോയത് കേട്ടോ. നിങ്ങൾക്ക് കാണാം നല്ല ചൂടവിടെ, നമ്മുടെ അവിടുത്തെ പോലെ ഒന്നല്ല കേട്ടോ. അതേ സൂര്യൻ ഉച്ചയിൽ നിൽക്കുക. അവിടെ ഇപ്പോൾ ഇതിനാ മൊബൈൽ വയ്ക്കാനും ചെരുപ്പ് ഇതൊക്കെ വയ്ക്കാനും അതിനൊക്കെ ആയിട്ട് പൈസ കൊടുത്തിട്ടും പൈസ കൊടുക്കാണ്ട് വയ്ക്കാനുമുള്ള കൗണ്ടറുകളൊക്കെ അവിടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ തൊഴുതിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് പോകാനായിട്ടുള്ള പരിപാടിയിലാണ്. എന്താണ് പറയാനുള്ളത്? എന്ത് പറയാം, കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷമല്ലേ ഇപ്പം എത്രാമത്തെ കുറേ വിചാരിച്ച് കുറേ മുടങ്ങിപ്പോയി. സുന്ദരമായിട്ട് ഒരു തിരക്കുണ്ടായില്ല. നൈസായിട്ട് 1/2 മണിക്കൂർ കൊണ്ട് കയറി തൊഴുതിറങ്ങി 5ാമത്തെ കഴിച്ചു. അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പം അങ്ങനെ കാര്യങ്ങളുടെ കിടപ്പ് വശം. സോ ഇനി അടുത്ത ഒരു യാത്രയിലേക്കാണ്, അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. വണ്ടി എടുത്ത് വണ്ടിയിലെ ട്രിപ്പുണ്ട്. അപ്പോൾ ഇനി കാണാം. അപ്പം അങ്ങനെ മുരുകനോടുള്ള എല്ലാ പരിഭവങ്ങളും മാറി നമ്മളവിടെ നിന്ന് തൊഴുതിറങ്ങി. ഇനിയിപ്പോൾ അടുത്ത യാത്രയിലോട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും മറ്റും കണ്ട് നമുക്ക് പതുക്കെ യാത്രകൾ ആസ്വദിക്കാം കേട്ടോ. അപ്പോൾ ഈ യാത്രയിൽ താങ്ങായി തണലായി നിങ്ങളെല്ലാവരും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വീഡിയോസ് തുടരാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇനിയും കൂടുതൽ കണ്ടൻറ്റൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് വീണ്ടും സന്ധിക്കും വരെ വണക്കം.